സാർ, എന്നെ കാണാനാ സുനിൽ വന്നത്. സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം. സാർ പ്ലീസ് സാർ. ഇങ്ങോട്ട് മാറി കിടി. സാറേ, ഈ പയ്യന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ചെയ്ത ആള് മുങ്ങി. സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ പാവ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക. നാറി, ഇവൾ ഇത്ര നേരം ഇവിടെ കെഞ്ചിട്ടും നിനക്കൊന്നും പറയാലടാ. നിന്റെ ഭാര്യ അല്ലടാ അവള്. മതി നിന്റെ ഡയലോഗ്. നടക്കടാ, എടാ നടക്കടാ. സാർ ഇനി കേസൊന്നും ഫയൽ ചെയ്യില്ലല്ലോ? കേസൊന്നും ആക്കുന്നില്ല. തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോയിക്കോ. പിന്നെ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എടോ മാനേജരെ, താനിങ്ങ് വന്നേ. താനേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞ? ഞാനിത് ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ സാർ. പിന്നൊരു ഗുമ്മിന്. തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ. ഒരു നിരാശാകാമുകൻ. എവിടെ ഇരിക്കേ? ഹലോ ഹലോ. ആ വാവേ, എവിടാടാ നീ? ചേട്ടന്റെ നിശ്ചയമൊക്കെ ഉറപ്പിച്ചേട്ടാ. കല്യാണം എന്തായാലും ഉടനെ ഉണ്ടാവും. നീ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരാ? ഞാൻ വിളിക്കാമേ. അല്ലടാ വെച്ച. എന്നാ എന്റെ വീട്ടിൽ തന്നെ പോവല്ലേ? ബ്യൂട്ടിഫുൾ ഹൗസ്. പട്ടിയുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇത് സുമിയുടെ ഫാം ഹൗസാ? അല്ല, ഇതെന്റെ വീടാ. അല്ല, അത് അമ്മ ഇച്ചിരി പ്രശ്നമാ. ഒന്നും തോന്നല്ലേ. ഒട്ടാണോ? വലതുകാലം വെച്ച് കയറ്. അമ്മേ, മോള് നേരത്തെ എത്തിയോ? ഇതാരാ കൂടെ ഉള്ള കൊച്ച്? മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ? തീരെ വയ്യ മോനെ, അതാ കിടക്കുന്നത്. ഒന്നും തോന്നല്ലേ. മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ? അമ്മ ഇതെന്റെ ഭർത്താവാ. ഓ, ഞങ്ങള് കല്യാണം കഴിച്ചു. നീ എന്താടി പറഞ്ഞത്? നീ കൊച്ചിനെ കെട്ടിന്നോ? നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണ്ടോന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊടുന്നത്? അമ്മയ്ക്കല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്നു പോവെന്ന്? ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ? എന്ന് കരുതി എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അതിന് അമ്മയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം. ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അത് എന്റെ വീട്ടിൽ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ സുമേഷിനെ വിളിക്കാം. നിങ്ങളെ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നോ. അതെ സുമിത്രേ, എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിന്റെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും
അനുഗ്രഹം തരൂ. ഇല്ല തള്ള പഴയ കരാട്ടയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കന് 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. സുമിനി ഓക്കെ അല്ലേ? അല്ല, ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ളൊരു ഡൗട്ട്. അല്ല പെങ്ങളെ, നിനക്ക് 23 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ? ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണ്ട് വന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മുതുക്കി 8 പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? എന്താ സുനിലെ? ചൂടെടുക്കണ്. ഫാനുണ്ടോ? ഫാനില്ല. എന്താ സുനിലെ? വെള്ളം ദാഹിക്കണ്. ബാക്കി എനിക്ക് വേണ്ട. വേണ്ടേ? നിങ്ങളുടെ ഈ ശുശുവിളി ഒന്ന് നിർത്തിയാലേ മനുഷ്യൻ ഇച്ചിരി കിടന്ന് ഉറങ്ങായിരുന്നു. അവന്റെ ഒരു ശുശ്. ഈ തളക ഉറക്കൂല്ലേ? ഹലോ സുമി, നീ 2 ദിവസത്തെ ലീവ് അപ്ലൈ ചെയ്തിരുന്നില്ലേ? അത് രാഘവൻ സാർ റിജക്ട് ചെയ്തു. നിന്നോട് ഇന്ന് തന്നെ വരാനാ പറയണേ. ഓക്കെ രവി, ഞാൻ വരാം.